ഇന്ത്യയിൽ നിന്നും പതിറ്റാണ്ടുകൾക്കും നൂറ്റാണ്ടുകൾക്കും മുമ്പ് വിദേശികൾ കടത്തിയ കിണ്ടി മുതൽ രത്നങ്ങൾ വരെ ഏതൊക്കെ രാജ്യങ്ങളുടെ ലോക്കറുകളുണ്ടെന്ന് ഇനി കണ്ടറിയണം. ചരിത്രത്തിന്റെ താളുകളിൽ മറഞ്ഞ ഒരു അമൂല്യ നിധി നൂറ്റാണ്ടിനപ്പുറം കാനഡയിൽ ഒരു ബാങ്ക് ലോക്കറിൽ കണ്ടെത്തിയിരിക്കുന്നു. ചരിത്രപ്രസിദ്ധമായ ഫ്ലോറന്റൈൻ വജ്രമാണ് കെബക്കിലെ ബാങ്ക് ലോക്കറിൽ നിന്നും കണ്ടെത്തിയത്. ഓസ്ട്രിയൻ സാമ്രാജ്യത്തിലെ അവസാനത്തെ രാജാവായിരുന്ന ചാൾസ് ഒന്നാമന്റെ ഭാര്യ സിറ്റയാണ് ഈ അമൂല്യ വജ്രം രഹസ്യമായി ബാങ്ക് ലോക്കറിൽ സൂക്ഷിച്ചത്. ഫ്ലോറന്റൈൻ വജ്രത്തിന് 1000 വർഷത്തെ ചരിത്രമുണ്ട്. തെലങ്കാനയിലെ ഗോൽക്കൊണ്ട ഖനിയിൽ നിന്നുമാണ് ഈ വജ്രം ഖനനം ചെയ്തെടുത്തത്. അതായത് അത് ഇന്ത്യക്ക് സ്വന്തമായിരുന്നു. ചാൾസ് ഒന്നാമൻ മരിച്ചത് 1922 ഏപ്രിൽ 1-നായിരുന്നു. 100 വർഷം പൂർത്തിയാകാതെ ഈ വജ്രം പുറത്തെടുക്കരുതെന്ന് ഒന്നാമന്റെ ഭാര്യ സിറ്റ തന്റെ മക്കൾക്ക് കർശന നിർദ്ദേശം നൽകിയിരുന്നു. ഈ നിബന്ധനയുടെ കാലയളവ് ഇപ്പോൾ പൂർത്തിയായപ്പോഴാണ് മക്കളും മറ്റു കുടുംബാംഗങ്ങളും ചേർന്ന് ആ ബാങ്ക് ലോക്കർ പരിശോധിച്ചത്. തെലങ്കാനയിലെ ഗോൽക്കൊണ്ട ഖനിൽ ഖനനം ചെയ്തെടുത്ത ഈ വജ്രം ഇന്ത്യയിലെ വിജയ സാമ്രാജ്യത്തിലെ രാജാവിന്റെ കയ്യിലായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. പിന്നീട് ഗോവയിലെ പോർച്ചുഗീസ് ഗവർണറായ ലുഡോവിക് കാസ്ട്രോ സ്വന്തമാക്കി. പല കൈകൾ മറിഞ്ഞ ഈ വജ്രം ഫ്രാൻസിലെ ഡ്യൂക്കായ ചാൾസ് ദി ബോൾഡിന്റെ കയ്യിലെത്തി. 1477 നാൻസി യുദ്ധത്തിൽ ചാൾസ് കൊല്ലപ്പെട്ട ശേഷം വജ്രം ഇറ്റലിയിലെയും ഫ്രാൻസിലെയും പല രാജാക്കന്മാരും കൈമാറി രസിച്ചു. ഒടുവിൽ ഇത് ഓസ്ട്രേലിയയിലെ മരിയ തെരേസ ചക്രവർത്തിയുടെ കയ്യിലായി. 1-ാം ലോക മഹായുദ്ധത്തിന്റെ ഭാഗമായി ഓസ്ട്രിയൻ സാമ്രാജ്യം തകരുകയും 1918 രാജവാഴ്ച അവസാനിക്കുകയും ചെയ്തപ്പോൾ വജ്രം അപ്രത്യക്ഷമായി. ചാൾസ് ഒന്നാമന്റെ നിർദ്ദേശപ്രകാരം അനന്തരാവകാശികൾ ഈ അമൂല്യനിധി സ്വിറ്റ്സർലൻഡിലേക്ക് കടത്തി എന്നാണ് ചരിത്രരേഖകൾ ഉള്ളത്. പിന്നീട് ഇപ്പോഴാണ് ഈ വജ്രം ബാങ്ക് ലോക്കറിൽ നിന്നും പുറത്തെടുത്തിരിക്കുന്നത്.